നമ്മൾ ക്ലാസ് 8 മസ്റ്റ് ഹാവ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലായിട്ട് മൈറ്റ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് ഇതിന്റെയൊക്കെ യൂസേജസ് നോക്കിയിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് മസ്റ്റ് ഹാവ് എങ്ങനെയാണ് നോക്കാം. ഇതുപോലത്തെ വീഡിയോസ് നീ കാണാനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്. മസ്റ്റ് ഹാവ് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഉറപ്പിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് പാസ്റ്റിലത്തെ ഒരു കാര്യമാണ്, അതായത് നേരത്തെ സംഭവിച്ച ഒരു കാര്യമാണ്. ഇവിടെ അവൾ ഉറങ്ങിപ്പോയിരിക്കണം. നമ്മൾ പറയത്തില്ലേ, അവൾ ഫോൺ എടുക്കുന്നില്ല, അവൾ ഉറങ്ങിപ്പോയിരിക്കണം. ഉറപ്പിച്ച് നമ്മൾ പറയാണ് അവൾ ഉറങ്ങിപ്പോയിരിക്കണം. ഇങ്ങനെ പറയുമ്പോഴാണ് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് കാണാനൊന്നും ഇല്ല കാര്യം, ഒരു ലോജിക്ക് വെച്ച് നമ്മൾ പറയത്തില്ലേ, അവൾ ഉറങ്ങിപ്പോയിരിക്കണം. ഇങ്ങനെ പറയുമ്പോഴാണ് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. അവൾ ഉറങ്ങിപ്പോയിരിക്കണം. അവൾ ഷീ പോയിരിക്കണം. ഷീ മസ്റ്റ് ഹാവ്. ഉറക്കം എന്ന് പറയുമ്പോൾ സ്ലീപ്, ഉറങ്ങിപ്പോവുക എന്ന് പറയുന്നത് fall asleep എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ഷീ മസ്റ്റ് ഹാവ് വരുന്നത് കൊണ്ട് V3 ഫോം യൂസ് ചെയ്യാം. ഫോളിന്റെ V3 ഫോം എന്താണ്? fallen. ഷീ മസ്റ്റ് ഹാവ് fallen asleep. ഹാവ് വരുമ്പോൾ V3 ഫോം യൂസ് ചെയ്യാം. ഉറങ്ങിപ്പോവുക എന്നുള്ള യൂസേജ് ആണ് fallen asleep എന്ന് പറയുന്നത്. അവൾ ഉറങ്ങിപ്പോയിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് fallen asleep. നമ്മൾ ഉറപ്പിച്ച് പറയാണ് അവൾ ഉറങ്ങിപ്പോയിരിക്കുക തന്നെയാണ്, അങ്ങനെ പറയത്തില്ലേ, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നീ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കണം. നമ്മൾ പറയണം നിനക്ക് നല്ല മാർക്ക് കിട്ടി, നീ വളരെ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചിരിക്കുമായിരിക്കും എന്ന് പറയത്തില്ലേ, അതിനാണ് നീ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കണം ഇവിടെ മസ്റ്റ് ഹാവ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുക. ഇതെങ്ങനെ വരും നോക്കാം. യു മസ്റ്റ് ഹാവ് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിരിക്കണം. പഠിക്കുക സ്റ്റഡി. V3 ഫോം യൂസ് ചെയ്യുമ്പോൾ studied. You must have studied വളരെ കഷ്ടപ്പെട്ട്, very hard. Very hard. You must have studied very hard. Oh, you got good marks. You must have studied very hard. നിനക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, നീ നല്ലപോലെ പഠിച്ചിരിക്കണം, അങ്ങനെ പറയത്തില്ലേ, അതിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം നീ നല്ലപോലെ പഠിച്ചു എന്ന് ഉറപ്പിച്ച് നമ്മൾ പറയാണ്, അതുകൊണ്ടാണ് ഇവിടെ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഇനി അവൻ വീട്ടിലെത്തിയിരിക്കണം. ഇതെങ്ങനെയായിരിക്കും മസ്റ്റ് ഹാവ് വെച്ച് പറയാൻ പറ്റുക? കമന്റ് ചെയ്തോളൂ. ഇന്ന് നമ്മൾ പഠിച്ചത് മസ്റ്റ് ഹാവിന്റെ യൂസേജ് ആണ്. പാസ്റ്റിലത്തെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്, പക്ഷെ നമ്മൾ ഉറപ്പിച്ച് പറയാണ് അങ്ങനെ സംഭവിച്ചിരിക്കണം എന്ന് പറയുമ്പോഴാണ് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതുപോലൊരു യൂസേജ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. English Mitra. Stop worrying, start learning.